അപകടങ്ങൾ പലപ്പോഴും ഒരു കുടുംബം മുഴുവൻ നശിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ വണ്ടി ഓടിച്ചാലും ഓടിച്ചില്ലെങ്കിലും വിധിയുണ്ടെങ്കിൽ ചിലപ്പോൾ അപകടങ്ങൾ ഒരു കുടുംബത്തിൻ്റെ തന്നെ കരച്ചിലായി മാറുന്നത് കാഴ്ച നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. വർക്കലയിൽ ബൈക്ക് ഹമ്പിൽ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ വീട്ടമ്മ ചികിത്സയിലിരിക്കെ മരിച്ചുവെന്നാണ് വാർത്തയിൽ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ വളരെയധികം സങ്കടം, അതല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലെ ഇപ്പോൾ ഏറ്റവും വലിയ വിഷമ വാർത്തയായി ഇത് മാറുകയാണ്. വെട്ടൂർ വിളമ്പ് ഭാഗം ഗവൺമെൻറ് LP സ്കൂളിന് സമീപം തെങ്ങുവിള വീട്ടിൽ അനിലയാണ് മരണപ്പെട്ടത്. 54 വയസ്സായിരുന്നു അനിലയ്ക്ക്. ചൊവ്വാഴ്ച രാവിലെ മരുമകനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നപ്പോഴാണ് ദാരുണമായ സംഭവം. മരുമകനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യവേ ഉഗ്ര ശബ്ദം കേട്ടാണ് നാട്ടുകാർ ആദ്യം അപകടം ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നു. വിളമ്പ് ഭാഗം ഷാപ്പുമുക്കിന് സമീപം വളയൻകുഴി റോഡിൽ ആരംഭിക്കുന്ന ഭാഗത്തെ ഹമ്പിൽ ബൈക്ക് കയറിയപ്പോഴാണ് അനില നിയന്ത്രണം വിട്ട് റോഡിലേക്ക് വീണത്. ദൃക്സാക്ഷികൾ തന്നെ അറിയിക്കുന്ന ഒരു കാര്യമാണിത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ഉടനെ തന്നെ വർക്കലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി വെഞ്ഞാറമൂട്ടിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. എന്നാൽ ചികിത്സയിലിരിക്കെ ഇന്നലെ ഉച്ചയോടെ അനില മരണത്തിന് കീഴടങ്ങുകയായിരുന്നുവെന്നും പറയുന്നു. ആറ്റിങ്ങൽ അർബൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജീവനക്കാരിയായിരുന്ന അനിലയുടെ വിയോഗം നാടിന് തീരാ നഷ്ടമായി മാറിയിരിക്കുകയാണ്. മൃതദേഹം സംസ്കരിച്ചു കഴിഞ്ഞു. ഭർത്താവിൻ്റെ പേര് ഗിരീഷ്, മക്കളുടെ പേര് രേഷ്മയും ശ്രീലക്ഷ്മിയും. അതേസമയം ഇത്തരം റോഡുകളിലെ അപകടക്കെണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അധികൃതർ അടിയന്തര ശ്രദ്ധ ചെലുത്തണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട് എന്ന് പറയാം. പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചതെന്നും കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പറയുന്നുണ്ട്. ഓരോ അളവിലും ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം റോഡുകളിൽ ഒരുപാട് അപകടക്കെണികൾ തന്നെ ഉണർന്നിരിപ്പുണ്ട്. അത് ഒളിച്ചുമിരിപ്പുണ്ട്. അത് കണ്ടെത്തി മുന്നേക്ക് പോകണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഒരു ശക്തമായ കാര്യം തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പറയുകയും ചെയ്യുന്നു. പ്രേക്ഷകരൊക്കെ തന്നെയും അതിൻ്റെ ചർച്ചകളും ഒക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഹമ്പുകൾ ശരിയായ രീതിയിൽ അടയാളപ്പെടുത്തുകയോ ആവശ്യാനുസരണം പുനർനിർമ്മിക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നു. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. ഹമ്പുകൾ ശ്രദ്ധിക്കാതെ പോവുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പാകത്തിൽ തന്നെ ഹമ്പുകൾ ഉണ്ടാക്കുക. ചിലപ്പോൾ രാത്രിയായിരിക്കാം, അല്ലെങ്കിൽ അല്പസമയം വൈകിയതായിരിക്കാം, അല്ലെങ്കിൽ അത്യാവശ്യമായിരിക്കാം. ആരായാലും അതുവഴി സ്പീഡിൽ പോകുന്നൊരു വാഹനത്തിന് എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. ശരിക്കും പറഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാക്കാനും ആളുകൾ സ്പീഡ് കുറയ്ക്കാനുമാണ് ഇത്തരം ഹമ്പുകൾ ഉണ്ടാക്കുന്നത്. അത് സംബന്ധിച്ചു. എന്നാൽ ഇത് വലിയ അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലേക്ക് പോകാറുണ്ടെന്നും പറയുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.